എന്താ പറയുക, ആരുടെയും മയക്കുന്ന മണമാണ് കേട്ടോ. ഒരാൾക്ക് പോലും തലവേദന വരില്ല. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില അമ്പലങ്ങളിലൊക്കെ ഇത് പ്രസാദത്തിൽ അല്ല എന്താ പറയുക ചന്ദനത്തിൽ കലർത്തിയിട്ട് തരും കേട്ടോ. എല്ലാ അമ്പലത്തിലും അടിപൊളിയാണ് ഇവൻ. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം എനിക്ക് അന്ന് തലവേദന ഉറപ്പാണ്. അപ്പോൾ അതൊന്നുമില്ല, തലവേദനയൊന്നും ഉണ്ടായില്ല. എപ്പോഴും ദൈവികമായിട്ടുള്ളൊരു മണമാണ്. അപ്പോൾ ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു സാധനത്തിനെ പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തരാം കേട്ടോ. അത് ഞാൻ ആമസോണിൽ നിന്നാണോ മീഷോ നിന്നാണോ വാങ്ങിയതെന്ന് അറിയില്ല. വലിയ വിലയൊന്നുമില്ല, ഒരു ബോട്ടിലിന് ഒരു 30 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 3 എണ്ണം ഒരു കോംബോ പാക്കായിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര, എന്താ പറയട്ടത്, ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെയാണ്. അതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ, നമുക്ക് 1 ഇഞ്ച് വലിപ്പം മാത്രമേ ഉള്ളൂ. അതുപോലെ 1 ഇഞ്ചിൻ്റെ വ്യാസമേ ഉള്ളൂ. അതിലാ പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആരുടെയും മയക്കുന്ന മണമാണ് കേട്ടോ. ഒരാൾക്ക് പോലും തലവേദന വരില്ല. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില അമ്പലങ്ങളിലൊക്കെ ഇത് പ്രസാദത്തിൽ അല്ല എന്താ പറയുക ചന്ദനത്തിൽ കലർത്തിയിട്ട് തരും കേട്ടോ. എല്ലാ അമ്പലത്തിലും ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ പേര് ജവാദ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പിന്നെ എന്താ പറയുക പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട ഉണ്ടാവുമല്ലോ നമ്മളുടെ മാർക്കറ്റിൽ, അവിടെ പോയി ചോദിച്ചാലും കിട്ടും. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതിനെപ്പറ്റി ആദ്യം അറിയുന്നത് എന്താ പറയുക, ഞാനിവിടെ പാലക്കാട് തന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ മാരേജിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അവസാനം നമ്മളിങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു കിറ്റ് തരും. അതിൽ ഒരു നാളികേരം, വെറ്റില, അടയ്ക്ക, അങ്ങനെ എന്തൊക്കെയോ ലഡു അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കുപ്പി കണ്ടു. അപ്പോൾ ഇതെന്താണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് നോക്കി, ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് ഇത് എന്താ സംഭവം എന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത്. അപ്പോൾ ഞാൻ ഇത് എന്താണ് തുറന്ന് നോക്കി, തുറക്കുമ്പോഴേക്കും മൂക്കിൽ അങ്ങനെ ദിവ്യമായ മണം അടിക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കല്യാണത്തിന് സദ്യ കഴിച്ചതിനേക്കാളും വലിയ സന്തോഷമായി എനിക്ക് ഈ ഒരു സാധനം കിട്ടിയപ്പോൾ. അതിൻ്റെ മണം അടിച്ചപ്പോഴേ, പിന്നെ ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയാൻ ഞാൻ കുറേ പേരോട് ചോദിച്ചു കേട്ടോ, ഇവിടെ ഉള്ളവരോടൊക്കെ. അപ്പോൾ ഇതൊരു തമിഴ് കൾച്ചർ ഭാഗമായിട്ട് കൊടുക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഇവിടെ സാധാരണ ഇങ്ങനെ കൊടുക്കാറില്ലല്ലോ. പിന്നെ ബ്രാഹ്മിൻസിലുണ്ട്, ഇങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി കുറേ ഡീപ്പായിട്ട് അന്വേഷിച്ചപ്പോൾ എൻ്റെ കസിൻസ് കുറച്ച് പേര് ഇവിടെ കോയമ്പത്തൂർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നപ്പോഴും ചോദിച്ചപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഇതിൻ്റെ പേര് ജവാദ് എന്നാണ്. ഇങ്ങനെ നല്ല മണമാണ്. ഇതിങ്ങനെ ഖാദി ഷോപ്പിൽ, പിന്നെ അതുപോലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്നവിടെയൊക്കെയാണ് ഇത് കിട്ടുക എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഇന്നുള്ളൊരു യൂട്യൂബ് കണ്ടപ്പോൾ അതിലും കണ്ടു കേട്ടോ. ഇങ്ങനെ ഒരു കുട്ടി വാങ്ങി ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരിക്കണം. ഇത് ആമസോണിലോ അതോ ഈ പറഞ്ഞ പോലെ മീഷോയിലോ എന്തെല്ലോ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് സംഭവം. അപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഭയങ്കര മണമാണ് ഇത്. എവിടെ പോകുമ്പോഴും നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഭയങ്കര തലവേദന വരും. എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും പോകാൻ തന്നെ പേടിയാണ്. ആരെങ്കിലും പെർഫ്യൂം അടിച്ചാൽ ഒരു മണം. അപ്പോൾ ഇത് വേണ്ടവർ ഇതിലിപ്പോൾ ലിങ്ക് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആമസോണിൽ കയറിയിട്ട് ജവാദ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കവർ കാണിച്ചു തരട്ടെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതാണ്, ഇങ്ങനെയാണ് എൻ്റെ ബോക്സ് വരുന്നത്. ഉണ്ടോ, കാണുന്നുണ്ടോ? ജവാദ് ഉണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ഇത് തിരിഞ്ഞാണോ എനിക്ക് ശരിക്കും അറിയാനും പറ്റുന്നുണ്ട്. ഇങ്ങനെയാണോ അതോ ഇങ്ങനെ ആക്കിയാലാണോ കാണുന്നത്? അല്ല, ഇങ്ങനെയാണോ അല്ലേ? ഇത് എന്തായാലും ഇങ്ങനെ ഇതിൽ നമ്മൾ കണ്ണാടിയിൽ പിടിക്കുന്ന പോലെയാണ് ഈ സംഭവം. എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബോക്സ് കണ്ടുവയ്ക്കുക. ഈ ബോക്സ് കണ്ട പേര് തന്നെ മറന്നാലും
ഈ ബോക്സ് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പല കമ്പനിയുടെ ഉണ്ട്, പിന്നെ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കളർ ബോക്സ് കാണുകയാണെങ്കിൽ നിങ്ങളത് അടിച്ച് നോക്കിക്കോ, നല്ല നല്ല മണമായിരിക്കും. പിന്നെ വേറൊരു സാധനം കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ മനസ്സിലായോ? ഇതെന്താ മനസ്സിലായോ? ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എങ്ങനെ അറിയോ? ഇതൊന്നും മാത്രമല്ല, ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടോ? 3 എണ്ണമാണോ? 3 ഉണ്ടോ? ഇത് ഞാൻ കത്തിയാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നല്ല ഒരു ഭംഗിയുള്ള നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയിലുള്ളൊരു കത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഈ അരിക് ഇങ്ങനെ എന്താ പറയുക, ആരം പോലെയുള്ള സംഭവമൊക്കെ ആയിട്ടുള്ളത് നല്ല കത്തിയായിരുന്നു. അത് കുറേ ദിവസമായിട്ട് കാണാനില്ല. മറ്റു 1-2 കത്തികളുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ കത്തിയായിരുന്നു. അത് എങ്ങനെയോ മിസ്സായി, എരിയപ്പെട്ട് നോക്കിയിട്ടും ആ കത്തി കാണുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. നമ്മൾ എപ്പോഴും കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്തി കാണാതായി. കത്തിയല്ല, എന്ത് സാധനം തന്നെ ആയാലും അല്ലേ, കാണാതായി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിന് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് വേറൊന്നും വാങ്ങാൻ തോന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം സിംഗിൾ ബോബിൻ്റെ കിച്ചണിൽ ഒരു സംഭവം ഇരിക്കണം. അപ്പം ഞാൻ അത് അപ്പം തന്നെ നോട്ട് ചെയ്തു കേട്ടോ, ഒരു പ്രത്യേക കളറിൽ, അതൊരു ബ്ലൂ കളറിലായിരുന്നു. അതെന്താണെന്ന് നോക്കി പിന്നെ ഞാൻ സൂം ചെയ്ത് നോക്കി. സിംഗിൾ ബോബിന് ആ കത്തി കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോണ്ട് കത്തി. നല്ല ഇഷ്ടമായിട്ടോ. എനിക്കപ്പോൾ സംശയം തോന്നി, ഒരു പക്ഷേ ഇത് ഓൺലൈനിൽ, ഞാൻ ഇതുവരെ ഒന്നും ഓൺലൈനിൽ ഇത് കണ്ടിട്ടുമില്ല, നൈഫൊന്ന് അടിച്ച് നോക്കിയിട്ടില്ല, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ നൈഫ് ഒന്ന് അടിച്ചു നോക്കിയപ്പോണ്ട് സിംഗിൾ ബോബിൻ്റെ അതേ നൈഫ്. ഇത് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അത് കുറേ നേരം ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ആ കളറിനേക്കാളും ഇഷ്ടപ്പെട്ട കളറായിരുന്നു എനിക്കിത്. അതൊരു ലോക്കൽ നീല കളറായിരുന്നു. ലോക്കൽ കളർ എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. ഇതൊക്കെ എനിക്ക് റോയൽ കളേഴ്സാണ്. അത് ശരിക്കും ഒരു ഡാർക്ക് ബ്ലൂ ആയിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, അത് റെയറാണ് ഇങ്ങനത്തെ കളറുകളൊക്കെ കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുക കേട്ടോ. അല്ല ഭംഗിയില്ലേ? ഇത് എന്ത് രസമാണെന്ന് അറിയോ, വലിയ വലിയ സവോളയൊക്കെ കച്ച് ഞാൻ ഇന്ന് രാവിലെ ആയിരുന്നു കച്ച് എന്നറിയാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹമുള്ളവർ ഈ കത്തി ഇങ്ങനെ കണ്ടാൽ ആമസോണിലോ മീഷോയിലും ഉണ്ട്, ആമസോണിലും ഉണ്ട് കേട്ടോ. പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കോ. വലിയ വിലയൊന്നുമില്ല, ഒരു 150 163 ഇത്രയേ ഉള്ളൂ ഈ 3 കത്തിക്ക്. അപ്പോൾ എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി. നമ്മളിവിടെയൊക്കെ ഷോപ്പിലൊക്കെ പോയി വാങ്ങണമെങ്കിൽ എത്ര വില കൊടുത്ത് വാങ്ങണം അറിയോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വീതി ഉള്ളതാണ് കേട്ടോ. നല്ല വീതിയുണ്ട്, നന്നായിട്ട് മുറിയുണ്ട്. ഇപ്പം പഴയ കത്തി പോയതിൻ്റെ സങ്കടം ഇപ്പം അത്രയില്ല കേട്ടോ. കാരണം ഇവൻ അടിപൊളിയാണ്, അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുക. വലിയ വിലയൊന്നുമില്ല, ഒരു 150 160 രൂപയുടെ ഉള്ളിലേ ഉള്ളൂ. കുറേ കമ്പനികളുണ്ട്, അത് കുറേ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതാണ് വില ഒന്ന്, ചിലതിലൊരു 10 170 180 കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ ആ കാര്യമായി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ജവാദിൻ്റെ ആണ് ഇന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നത്. അപ്പോഴേക്കും ഞാൻ ഇത് വന്നു, എനിക്ക് ഓർഡർ 2 ദിവസം മുമ്പ് വന്നു. അപ്പം എന്നാൽ ശരി ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും പ്രയോജനമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുക. വലിയ വിലയൊന്നുമില്ല, ഒരു 150 160 രൂപയുടെ ഉള്ളിലേ ഉള്ളൂ. കുറേ കമ്പനികളുണ്ട്, അത് കുറേ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതാണ് വില ഒന്ന്, ചിലതിലൊരു 10 170 180 കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ ആ കാര്യമായി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ജവാദിൻ്റെ ആണ് ഇന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നത്. അപ്പോഴേക്കും ഞാൻ ഇത് വന്നു, എനിക്ക് ഓർഡർ 2 ദിവസം മുമ്പ് വന്നു. അപ്പം എന്നാൽ ശരി ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും പ്രയോജനമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.